എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കംപ്ലീറ്റ് ഓണസദ്യയുടെ മെനു ആയിട്ടാണ്. ആലപ്പുഴ സ്റ്റൈലിലുള്ള ഒരു ഓണസദ്യയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിന്ന് ഈ റെസിപ്പികളെല്ലാം കാണിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദമായിട്ട് കാണണം എന്നുള്ളവർ ലിങ്കിൽ ഓരോ റെസിപ്പിയുടെയും വിശദമായിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കാണാം. ആദ്യം തന്നെ തലേദിവസം തന്നെ നമ്മൾ 3 തൊടികറികളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് പുളി ഇഞ്ചി. ഇഞ്ചിക്കറിയാണ് സാധാരണ ഉണ്ടാക്കുന്നത്, പക്ഷേ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് പുളി ഇഞ്ചിയാണ്. ഒരു വെറൈറ്റിക്ക് 2 നാരങ്ങ വലിപ്പത്തിലുള്ള പിഴുപുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പോളം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 125 ഗ്രാം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു പിടി ചെറിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നവരെ നന്നായിട്ടിത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു കായം കൂടി ചേർക്കും. ഇത്രയും കൂടി ചേർത്തിട്ട് പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പിഴുപുളി നന്നായിട്ട് അരിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുറുകി വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കുറുകി നമ്മുടെ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. ഇനി അടുത്തതൊരു പച്ചടിയാണ്, വെള്ള കളറിലുള്ള കുമ്പളങ്ങ പച്ചടി. കുമ്പളങ്ങയോ വെള്ളരിക്കയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പൊടിയായിട്ട് അരിഞ്ഞ ഒരു മുറി കുമ്പളങ്ങ നമ്മളൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു. അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. പച്ചടിക്കെല്ലാം കൂടിയിട്ടുള്ള അരപ്പ് നമ്മൾ ഒരുമിച്ചാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ തന്നെ 2 ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എത്ര പച്ചടിയാണോ ഉണ്ടാക്കുന്നത് അനുസരിച്ചിട്ട് നമുക്ക് അരപ്പെടുക്കാം. നമ്മൾ ഈ അരപ്പിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ചേർക്കുകയാണ്, ഒരു 2 ടേബിൾ സ്പൂൺ. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അരപ്പിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് കൂടി ചേർത്തിട്ട് ചൂടാകുന്നതിന് മുന്നേ ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടുക് വറ നമ്മൾ അവസാനമാണ് ചെയ്യുന്നത്. ഇനി ഒരു മധുര പച്ചടിയാണ് ചെയ്യുന്നത്. പൈനാപ്പിളും മുന്തിരിങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പച്ചടിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാനിലേക്ക് നമ്മളൊരു ചെറിയ പൈനാപ്പിളിൻ്റെ പകുതി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തത് ആണ്. ഇതിലേക്കൊരു ചെറിയ പീസ് മത്തങ്ങ പൊടിയായിട്ട് അരിഞ്ഞ്, മത്തങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് പഴുത്ത ഏത്തപ്പഴവും പൊടിയായിട്ട് അരിഞ്ഞിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, കളറ് നല്ലതായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് പ്രഷർ കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ പൈനാപ്പിളും മത്തങ്ങയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ഒരു പഴുത്ത മാങ്ങ കഷ്ണങ്ങളാക്കിയതാണ് ചേർക്കുന്നത്. ഇതുപോലൊരു നല്ല മധുരമുള്ള മാങ്ങയാണ്, അപ്പോൾ മാങ്ങയാണ് ചേർത്തിരിക്കുന്നത്. മാങ്ങയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കാം. മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അതുകൊണ്ട് അടച്ചു വെച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ വേവുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ തന്നെ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ കുമ്പളങ്ങ പച്ചടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതേ അരപ്പ് തന്നെയാണ് നമ്മളിതിലും ചേർക്കുന്നത്. അപ്പോൾ എത്ര പച്ചടി എടുക്കുന്നോ അത്രയും അരപ്പ് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നമുക്ക് എടുക്കാം. ഇത് തലേദിവസം തന്നെയാണ് നമ്മൾ ചെയ്ത് വെക്കുന്നത്, അതുകൊണ്ട് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അരപ്പൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കാം. ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ നമ്മളിതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമ്മളിത് കൂടാതെ ബീട്രൂട്ട് പച്ചടി കൂടി ചെയ്യുന്നുണ്ട്. ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തതാണ്, കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതിലേക്ക് നമ്മൾ 2-3 ചെറിയ കഷ്ണം ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊരു മധുര പച്ചടി ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇതിലേക്ക് കുരുവില്ലാത്ത കറുത്ത മുന്തിരിങ്ങയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. കുരുവുള്ള മുന്തിരിങ്ങയാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് കടിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കുരുവില്ലാത്ത എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നല്ല കട്ട തൈരാണ് ചേർക്കുന്നത്. കട്ട തൈര് നിങ്ങളുടെ പച്ചടിയുടെ അളവിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. പുളി നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർക്കാം. അപ്പോൾ തൈര് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ മുന്തിരിങ്ങ ഇട്ടതിന് ശേഷം ഇത് ഒരുപാടങ്ങ് ചൂടാക്കരുത്. അപ്പോൾ നമ്മുടെ മധുരപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കടുക് വരെയും നമ്മൾ ഏറ്റവും അവസാനമാണ് ചെയ്യുന്നത്.
ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന സദ്യയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നായിട്ടുള്ള സദ്യ അവിയലാണ്. നമ്മുടെ അവിയൽ ഒരുപാട് പേര് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതേ റെസിപ്പിയാണ് നമ്മളിവിടെയും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കുക. അതിലേക്ക് 2 പച്ചമുളക് ഒന്ന് ചതച്ചിട്ട് ചേർക്കാം. പച്ചമുളകും വെളിച്ചെണ്ണയും കൂടി ഇങ്ങനെ വഴറ്റിയിട്ട് കഷ്ണങ്ങൾ ഇതിൽ വേവിച്ചാണ് നമ്മൾ എടുക്കുന്നത്. കഷ്ണങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ക്യാരറ്റ്, പടവലങ്ങ, മുരിങ്ങയ്ക്ക അങ്ങനെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഈ അവിയൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ചെറുതീയിലിട്ട് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 മുറി തേങ്ങ ചിരകിയതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളി ചേർക്കാം. അവിയലിന് എപ്പോഴും ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി സാധാരണ അങ്ങനെ ചേർക്കാറില്ല. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 പച്ചമുളക് ചതച്ചിട്ട് ആണ് വഴറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേർക്കാം. ഇനി നമ്മൾ നല്ല കളറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു യെല്ലോ കളർ കിട്ടും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അവിയലിന് അരയ്ക്കുമ്പോൾ ഒരുപാട് അരഞ്ഞു പോരുത്. ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചാൽ മതി. കല്ലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോഴാണ് അവിയൽ നല്ല ടേസ്റ്റിയായിട്ട് കിട്ടുന്നത്. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിന് മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കട്ട തൈരാണ് പുളിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത്. പുളിക്ക് വേണ്ടിയിട്ട് കട്ട തൈരോ അല്ലാന്നുണ്ടെങ്കിൽ പച്ച മാങ്ങയോ എടുക്കാവുന്നതാണ്. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാബേജ് തോരനാണ്. ക്യാബേജ് തോരൻ മാത്രമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ക്യാബേജും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഈ തോരൻ എടുക്കാവുന്നതാണ്. നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജിലേക്ക് കുറച്ച് സവാള പൊടിയായിട്ട് അരിഞ്ഞതും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ തോരൻ തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ടാണെങ്കിലും വളരെ നല്ല ടേസ്റ്റാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ സാധാരണ അരപ്പരച്ച് തോരൻ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ്. നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ഒന്ന് ചൂടാൻ വന്നപ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ കടുകിട്ട് പൊട്ടിച്ചു. കുറച്ച് ഉഴുന്നുപരിപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെക്കുന്നതുകൊണ്ട് ഇതിലേക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അടച്ചു വെച്ച് ചെറുതിയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക. കുക്കായി കഴിഞ്ഞാൽ തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചിക്കി തോത്തിയെടുക്കുക. ഇനി നമുക്ക് സദ്യ സ്റ്റൈലിലുള്ള നല്ല രുചികരമായിട്ടുള്ള സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പ്രഷർ കുക്കറിൽ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ 1 കപ്പ് തുവരപ്പരിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ മസൂർ ദാൽ ഏതായാലും എടുക്കാം. ഇതിലേക്ക് 1 പിടി ചെറിയ ഉള്ളിയാണ്. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വെളിച്ചെണ്ണ, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ നമ്മൾ പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് 3-4 എണ്ണം. അപ്പോൾ അത് അങ്ങനെ എടുക്കാം. കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് 1 വിസിലാണ് നമ്മൾ ഇത് വേവിക്കുന്നത്. അപ്പോൾ അതവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ പുളിയിലേക്ക് നമുക്കിനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി എപ്പോഴും സാമ്പാറിൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 നുള്ളു ഉലുവാപ്പൊടി, പിന്നെ ആവശ്യത്തിലുള്ള കായം. അപ്പോൾ ഇത്രയും പൊടികളാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൽ സാമ്പാർ പൊടിയുടെ ആവശ്യമില്ല. നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ 2 മുരിങ്ങയ്ക്ക മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ആക്കാം. എപ്പോഴും മുരിങ്ങയ്ക്ക സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ടാണ് സാമ്പാറിൽ ചേർത്താലാണ് ടേസ്റ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് പൊടികളും വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കടുക് ഒന്ന് താളിച്ചൊഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടി വന്നാൽ ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ഒരു 3-4 വെണ്ടയ്ക്ക കഷ്ണങ്ങളാക്കിയത്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് സാമ്പാറിലേക്ക് ചേർക്കാം. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി സദ്യ പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തൊലി കളഞ്ഞ ചെറുപയറാണ് ഈ പരിപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു പ്രഷർ കുക്കറിലേക്ക് നമ്മളൊരു 1.5 ടീസ്പൂൺ നല്ല നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നെയ്യിൽ നമ്മൾ പരിപ്പൊന്ന് വറുത്തെടുക്കാം. നമ്മളിവിടെ 1 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന്
ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 കപ്പോളം വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് വെള്ളത്തോടൊപ്പം തന്നെ ഇതിലേക്ക് 3-4 ചെറിയ ഉള്ളി, പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഒരു വിസിലാണ് അടിക്കേണ്ടത്. ഇനി തൊലിയോട് കൂടിയിട്ടുള്ള ചെറുപയറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഒരു വിസിലൊക്കെ അടിച്ച് പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പെന്ന് പറയുന്നത് നമ്മൾ പരിപ്പിനും അതുപോലെ തന്നെ പുളിശ്ശേരിക്കും ഒരേ അരപ്പാണ്. ആ അരപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അടുത്ത റെസിപ്പിയിൽ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ അരപ്പൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വെട്ടി തിളപ്പിക്കേണ്ട, പക്ഷേ ചെറുതായിട്ടൊരു തിള വരണം. ഇതിൻ്റെ കടുവറയും നമ്മൾ അവസാനമാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളൊരു പൈനാപ്പിൾ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. ഒരു പകുതി പൈനാപ്പിളിൻ്റെ പകുതി കഷ്ണങ്ങളാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക് ചേർക്കാം. 2-3 നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കളർ നല്ലതായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നുള്ള് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ പൈനാപ്പിൾ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് പ്രഷർ കുക്കറിൽ 1-2 വിസിലെടുത്തും നിങ്ങൾക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഈ പാത്രത്തിൽ തന്നെ അടച്ചു വെച്ചിട്ടാണിത് വേവിക്കുന്നത്. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പൈനാപ്പിൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു അരമുറി തേങ്ങയിലേക്ക് ചെറിയ ജീരകം, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ അരപ്പിൻ്റെ പകുതിയാണ് നമ്മൾ നേരത്തെ പരിപ്പിൽ ചേർത്തത്, പകുതി നമ്മൾ ഇവിടെ എടുത്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരരപ്പിൽ തന്നെ കുറച്ച് കറികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓണസദ്യയിൽ. അരപ്പ് ചേർത്തതിന് ശേഷം മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകി ഒഴിക്കാം. അതിന് ശേഷം ഈ അരപ്പിൻ്റെ പച്ചമണം നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല കട്ട തൈര് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് പുളിശ്ശേരിയുടെ ഒരു തിക്നെസ്സിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. തൈര് ഒഴിച്ചതിന് ശേഷം ഇതൊരുപാടങ്ങ് തിളപ്പിക്കരുത്, ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നാൽ ചെറുതായിട്ടൊന്ന് ചൂടാവുകയും വേണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പുളിശ്ശേരി ആയതുകൊണ്ട് തന്നെ ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. കാരണം നമ്മളിതിനെല്ലാം കടുക് വറക്കുന്നത് ഒരുമിച്ചാണ്. അപ്പോൾ ഉലുവ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചേർക്കണം, എങ്കിൽ മാത്രമേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വളരെ സിമ്പിളായിട്ടുള്ള സേമിയ പായസമാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്തൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് കോരി മാറ്റി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് സേമിയ ഇട്ട് വറുത്ത് കൊടുക്കാം. നമ്മൾ 1/2 കപ്പ് വറക്കാത്ത സേമിയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത സേമിയ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാടിട്ട് വറക്കേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പാലൊഴിക്കാവുന്നതാണ്. അപ്പോൾ സേമിയ ഒരു ഇടയ്ക്ക് ഇങ്ങനെ ബ്രൗൺ നിറമായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുക. ഇനിയാണ് നമ്മളിതിലേക്ക് പാല് ചേർക്കുന്നത്. നമ്മളിവിടെ 1 ലിറ്റർ നല്ല കട്ടിയുള്ള പാലാണ് ചേർക്കുന്നത്. പിന്നെ 1 ലിറ്റർ പാല് കൂടാതെ നമ്മളിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ സേമിയയും പാലും എല്ലാം കൂടി കിടന്ന് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ സേമിയ നന്നായിട്ടൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് 5-6 ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ ചേർക്കാവുന്നതാണ്. അപ്പോൾ സേമിയൊക്കെ ഒന്ന് തിള വന്ന് കഴിഞ്ഞു. ഇതിലേക്ക് ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സേമിയ നന്നായിട്ട് കുറുക്കിയെടുക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവസാനം നമ്മളിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഉപ്പേരിയും ശർക്കര വരട്ടിയും. ശർക്കര വരട്ടിയുടെ റെസിപ്പി നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പച്ചക്കായ മുറിച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളത്തിലും കുറച്ച് നേരം ഇട്ടതിന് ശേഷം വളരെ തിന്നായിട്ട് അരിഞ്ഞിട്ട് എണ്ണയിൽ വറുത്ത് കോരിയതാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ചിപ്സാണ്. അപ്പോൾ അവസാനം നമുക്കിനി പപ്പടം കൂടെ വറക്കാം. അപ്പോൾ സദ്യയിൽ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഓണസദ്യ ഉണ്ടാക്കുമ്പം ഒരു തരം പായസം മിക്കാറും കാണുള്ളൂ. കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ 1, 2, 3 ഒക്കെ കാണാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം പായസങ്ങളുടെ അളവ് കൂട്ടാം. അതുപോലെ തന്നെ ഇഞ്ചിപ്പുളിക്ക് പകരം നിങ്ങൾക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാം. ബീട്രൂട്ട് പച്ചടി നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തതാണ്, അതുകൊണ്ടാണ് കാണിക്കാൻ. അതുപോലെ തന്നെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കടുവും മാങ്ങയും നാരങ്ങ അച്ചാറും. അതിൻ്റെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്താൽ ഒരുപാട് ലെങ്തി ആകും. പിന്നെ കൂട്ടുകറി അങ്ങനെ സാധാരണ സദ്യയിൽ കാണാറില്ല, പക്ഷേ ചില കല്യാണ സദ്യകളിലൊക്കെ കാണാറുണ്ട്. പിന്നെ അടപ്രഥമൻ, അതുപോലെ തന്നെ പൊട്ടറ്റോ മസാല, ഇതൊക്കെ നമ്മുടെ ആലപ്പുഴ സദ്യയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. നമ്മളൊരു കേരളത്തിലാണെന്നുണ്ടെങ്കിലും ഓരോ സ്ഥലത്തോട് ചെല്ലുന്തോറും പല മാറ്റങ്ങളാണ് സദ്യ വിഭവങ്ങളിൽ വരാറുള്ളത്. അപ്പോൾ ആലപ്പുഴ സ്റ്റൈലിലുള്ള സദ്യയാണ് നിങ്ങൾ ഇന്ന് കണ്ടത്. സാധാരണ ഒരു ഓണത്തിന് ആലപ്പുഴക്കാരുടെ വീട്ടിൽ വെക്കുന്ന ഒരു സാധാരണ സദ്യയാണ് നമ്മളിന്ന് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.